ഹലോ, ഇന്ന് നമുക്കൊരു പെട്ടിപ്പൊട്ടിക്കൽ വീഡിയോ ആയാലോ? ഈ വീഡിയോ എടുത്തിട്ട് ഏകദേശം 1 മാസം കഴിഞ്ഞു. പക്ഷേ അങ്ങ് മടിയാണ്, മടി. ഒന്നുമില്ലാത്തപ്പോൾ തപ്പിപ്പറക്കി എടുത്ത് എഡിറ്റ് ചെയ്തങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും എൻ്റെ ബ്രദർ വന്നപ്പോൾ, ഗൾഫിൽ നിന്ന് വന്നപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഉമ്മ പറയുന്നുണ്ട് വീഡിയോ എടുക്കണ്ട, നീ യൂട്യൂബിൽ ഇടണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ കേൾക്കില്ല. ഉമ്മ ഒരു വീഡിയോ ഇരിക്കട്ടെ, എനിക്കൊരു വീഡിയോ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത്. അപ്പോൾ പെട്ടി പൊട്ടിക്ക് ഏറ്റവും മുമ്പിൽ നിന്നത് എൻ്റെ മോനാണ് കേട്ടോ. പെട്ടിയൊക്കെ അവൻ വലിച്ച് പൊളിച്ചെടുത്തിട്ടുണ്ട്. ഫുള്ളൊരു മുട്ടായായിരുന്നു. മക്കൾക്ക് ഇഷ്ടം എന്തൊക്കെയായാലും മിഠായി, ടോയ്സ് അതൊക്കെ ആയിരിക്കുമല്ലോ. എൻ്റെ മോനിക്ക് വണ്ടി എന്ന് വെച്ചാൽ ഭയങ്കര ക്രേസാണ്. അപ്പം നമുക്ക് കാണാം എന്തൊക്കെയുണ്ടെന്ന്. ഇങ്ങനെ കണ്ട് നമുക്ക് പോകാം അല്ലേ? അപ്പോൾ തന്നെ എല്ലാം വാരി വെച്ച് ഈ മിഠായില്ലേ, കുനാഫ ചോക്ലേറ്റ്. എനിക്ക് തോന്നുന്നു നമ്മുടെ കുനാഫ ചോക്ലേറ്റിനെ കാട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മിഠായി ആയിരുന്നു കേട്ടോ. ഫുള്ള് നമ്മുടെ ഫുള്ള് പിസ്തയും പിസ്തയുടെ ക്രീം പുറം ഫുള്ള് പിസ്തയുടെ നട്ട്സാണ്. ഇങ്ങനെ കോട്ടിങ് ആണ്. അത് ഭയങ്കര ടേസ്റ്റുള്ള സംഭവമായിരുന്നു. നല്ലൊരു മിഠായിയായിരുന്നു. 2 ഫ്ലേവറിലുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് നട്ട്സിൻ്റെയും ഒന്ന് നമ്മുടെ പിസ്തയുടെയും. സൂപ്പറായിരുന്നു. അങ്ങനെ മക്കളെല്ലാം പ്രിങ്കിൾസ് അങ്ങനെ എന്തൊക്കെയൊക്കെയോ എനിക്ക് അറിയത്തില്ല, അവർക്കാണതൊരു സന്തോഷം. പണ്ടൊക്കെ നമ്മളിങ്ങനെ പെട്ടി പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ നോക്കി നിന്നിട്ടേ ഉള്ളൂ. അതുപോലെ ഞാൻ വീഡിയോ എടുക്കാതെ നോക്കി നിന്നു. ഇങ്ങനെ എല്ലാവരും പറക്കി വാരി അലത്തി വിളുത്തൊക്കെ ഇട്ടു. പിന്നെ ഫുള്ള് മിഠായിരുന്നു കേട്ടോ. മിഠായി, പിന്നെ പിള്ളേർക്കുള്ള കളിപ്പാട്ടങ്ങൾ, വണ്ടി, തോക്ക്. പിന്നെ അറിയാമല്ലോ പണ്ടൊക്കെ എന്ന് വെച്ചാൽ പെട്ടി പൊട്ടിക്കുമ്പോൾ എന്താ ഒരു മണമല്ലേ, എന്തൊക്കെ നല്ലൊരു മണമാണ്. ഒരു ഡ്രസ്സ് എടുത്താലും എന്തെടുത്താലും ഭയങ്കര ഒരു മണമാണ്. പക്ഷെ ഇപ്പം പെട്ടി പൊട്ടിക്കുമ്പോൾ ആ പണ്ടത്തെ ആ ഒരു എന്താ പറയുക, ആ ഒരു നൊക്ലാറ്റിക് സ്മെല്ലൊന്നും വരാറില്ല. നോർമലി ആ ഒരു ഇതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പെട്ടി പൊട്ടിക്കൽ കഥ ഓക്കെ. അപ്പിട്ടുള്ളൂ. ബൈ.